ഹലോ കുട്ടീസ്, നമ്മുടെ തിരക്ക് പിടിച്ച തിരുവനന്തപുരത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിട്ട് നല്ല അടിപൊളി ഊണ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ സൽക്കാരം ഇടവഴി. ഈ ഗുൽമോഹർ പൂക്കൾക്കിടയിലൂടെ ഇത്രയും പേര് നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലേ. ധാരാളം മീൻ വിഭവങ്ങളും കൂട്ടി നല്ല അടിപൊളി ഊണ് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ദാ ഇങ്ങോട്ട് പോന്നോളൂ. ആദ്യം തന്നെ ഒരു കുട നിറയെ മോരും പിന്നെ പായസവും കൊണ്ടുതരും. അതിൻ്റെ പിറകിലാണ് ഊണ് വരുന്നത്. അച്ചാറുകളും തൊടുകറികളും ഉൾപ്പെടെ നല്ല അടിപൊളി ഊണ്. ഞാൻ പക്ഷേ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. കൂടെ നെല്ലിക്ക അച്ചാറും സർലാസും ഉണ്ടായിരുന്നു. നല്ല മസാലയിൽ പുതഞ്ഞ ഈ ചിക്കൻ പീസുമായിട്ട് ബിരിയാണി കഴിച്ചപ്പോൾ ആഹാ, എന്തായിരുന്നു രസം. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന പോലെ എൻ്റെ കണ്ണ് അടുത്തിരുന്ന സദ്യയിലായിരുന്നു. ഇഞ്ചിക്കറി, അച്ചാറ്, ബീട്രൂട്ട് പച്ചടി, അവിയൽ, തോരൻ, പിന്നെ നമ്മുടെ മരച്ചീനി, എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായിരുന്നു. നേവൂട്ടന് ബിരിയാണിയെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ചോറാണ്. ചോറാവുമ്പോൾ മീനും കൂട്ടി കഴിക്കാമല്ലോ. ഇവിടെ മീൻ വിഭവങ്ങൾക്ക് വില വ്യത്യസ്തമാണ്. 100 രൂപ തൊട്ട് പിന്നെ മുകളിലോട്ട് എത്ര രൂപയ്ക്കും മീൻ വിഭവങ്ങൾ ലഭ്യമാണ്. നമ്മുടെ ബഡ്ജറ്റ് നോക്കി നമ്മൾ തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. വറുത്ത മീനാണ് ഓർഡർ ചെയ്തെങ്കിലും നല്ല മസാലയിൽ പൊതിഞ്ഞ മീനാണ് എത്തിയത്. നല്ല എരിവുള്ള, നല്ല മസാല പിടിച്ച, നല്ല അടിപൊളി മീൻ ഫ്രൈ. ഫ്രൈയുടെ കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഫ്രൈ തീർന്നു പോയി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുടത്തിലെ മോരാണ്. കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി മോര്. വെച്ച് തീരുന്നതിനനുസരിച്ച് തന്നെ ധാരാളം കറികൾ വീണ്ടും വീണ്ടും വിളമ്പിത്തരും. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര മോര് ചോദിച്ചാലും കൂടത്തിൽ വീണ്ടും വീണ്ടും മോര് തരും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിൽക്കുന്നു ഒരു കുല നിറയെ പഴം. ഊണ് കഴിക്കുന്നവർക്ക് ഈ ഒരു പഴം ഫ്രീ ആണത്രേ. മലയാളിയല്ലേ, ഫ്രീ കിട്ടിയാൽ വെറുതെ വിടൂ. പിന്നെ ഒരു പഴമെടുത്ത് നേവൂട്ടനും കൊടുത്തുകൊണ്ട് ബില്ലും അടിച്ച് ടാറ്റാ ബൈ ബൈ സി യു പറഞ്ഞു ഞങ്ങളിഞ്ഞ് ഇറങ്ങി. പൂജ വെപ്പിൻ്റെ അവധിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു റോഡിലെല്ലാം. ഇനിയും കുറേ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി യാത്രാവിശേഷങ്ങളുമായി പിന്നീട് ഒരിക്കൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.